aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം പ്രത്യേകിച്ച് ഇങ്ങനൊരു അവസരം ആരോമ TV ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ സാക്ഷ്യങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുവാൻ, പ്രത്യേകിച്ച് ഇങ്ങനൊരു ചാനൽ, അതിൽ കൂടി അനേകർ യേശുവിനെ അറിയുവാനും ഒക്കെ ഇടയാകുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ, ആത്മീയ ജീവിതത്തിൽ ബലപ്പെടുത്തുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഈ ദിവസങ്ങളൊക്കെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി കർത്താവിന്റെ ദാസന ദൈവം ഉപയോഗിക്കുന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര എഫേർട്ട് എടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയെങ്കിലും ഒരു 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 മറ്റ് പ്രയാസങ്ങളൊന്നും കൂടാതെ ഓരോ ദിവസവും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് അനേകർക്ക് അത് വിടുതലും ആശ്വാസവും അതുപോലെ തന്നെ ശുശ്രൂഷകർക്കൊക്കെ വളരെ ബലപ്പെടുത്തുന്നതുമായിരിക്കുന്ന കാര്യങ്ങളായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ദൈവം ധാരാളമായി ഇതിനെ അനുഗ്രഹിക്കട്ടെ, തന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ പേര് ബിജോ എന്നാണ്. ഞാൻ താമസിക്കുന്നത് വാകത്താനം, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വാകത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒത്തിരി അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് അഭിഷിക്തന്മാരൊക്കെ ഉള്ള ഒരു ദേശമാണ്. അവിടെ നിന്നാണ് എനിക്കും കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ദൈവം ഇടയാക്കിയത്. ഞാൻ ജനിച്ചു വളർന്നത് തന്നെ ഒരു IPC കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ വളരെ അവരുടെ ആ ചെറുപ്രായത്തിൽ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ കുടുംബത്തില് എൻ്റെ അപ്പായും അതുപോലെ തന്നെ അമ്മയും രണ്ടുപേരും യേശുവിനെ അറിയുവാൻ ദൈവം അവസരം ഒരുക്കി. കാരണം അവർക്ക് തലമുറകളില്ലാതിരുന്ന കാലത്ത് അവർക്ക് വളരെ ലേറ്റായിട്ടാണ് തലമുറകൾ ഉണ്ടായത്. അങ്ങനെ ദൈവസന്നിധിയിലെ കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായാണ് ദൈവം സഹോദരങ്ങൾ, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ 3 പേരാണ്. ദൈവം 3 മക്കളെ ദൈവം കൊടുത്തു. വിശ്വാസത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മറ്റാരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. എല്ലാവരും പള്ളിയിലും കാര്യങ്ങളിലും ഒക്കെ തന്നെയാണ് പോകുന്നത്. എങ്കിലും ഒരു അടിയോർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ പിതാവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന്റെ വലിയ ഒരു കൃപയാണ് വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അപ്പൊ യേശുവിനെ അറിഞ്ഞതും മുഖേന വീട്ടിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട അനുഭവമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നത്. ദീർഘനാളുകൾ അവര് ഈ ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ പാർക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായി. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ മാറി മാറി നിന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപയും കരുണയും അവരോടുകൂടി ഉണ്ടായിരുന്നു. കൂടുതലും കിഴക്ക് ഇടുക്കി ജില്ലയിൽ ആയിരുന്നു കൂടുതൽ സമയങ്ങൾ. അതുപോലെ തന്നെ മുണ്ടക്കയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് ജോലിയോടുള്ള ബന്ധത്തിൽ താമസിക്കുകയും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സ്തോത്രം വർഷങ്ങളോളം ഈ എസ്റ്റേറ്റില് ടാപ്പിംഗ് മേഖലയിലായിരുന്നു എൻ്റെ പിതാവ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മാതാവും വിശ്വാസത്തിന് വേണ്ടി നല്ല രീതിയിൽ വില കൊടുത്ത് പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ അവിടെ IPCയിലാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ആ കാലത്തിൽ. അങ്ങനെ ആ ഒരു നിലവാരത്തിൽ മുൻപോട്ട് പോയതുകൊണ്ട് ഞങ്ങളെ വീട്ടില് വേണ്ടുന്നത് പോലെയുള്ള ശ്രദ്ധയൊന്നും
തന്നിട്ടില്ല. പ്രത്യേകിച്ച് അറിയാമല്ലോ, ഈ പള്ളികളിൽ നിന്നൊക്കെ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വലിയ, അന്നത്തെ കാലത്തൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സമയമാണ്. എങ്കിലും ദൈവത്തിന്റെ കൃപയിൽ അവര് ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 3 മക്കളും ദൈവകൃപയാൽ ലഭിക്കുവാൻ മാതാപിതാക്കൾക്കിടയായി. എങ്കിലും ഞാൻ പിന്നീട് ഞങ്ങൾ നാട്ടില് വന്നു. അല്പം സ്ഥലമൊക്കെ വീതം വെച്ചു കൊടുക്കാൻ തന്നെ അവിടെ പാർക്കും. എങ്കിലും വിശ്വാസത്തില് വന്നപ്പോൾ വളരെ എന്റെയൊക്കെ ചെറുപ്പപ്രായം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കൂടി കടന്നുപോയിരുന്ന വ്യക്തിത്വങ്ങളാണ്. വേണ്ടുന്നത് പോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് ഒരു മടിയും എന്ന് ഞങ്ങള് ആരും കാണിക്കാൻ ഇടയായിട്ടില്ല. എല്ലാവരും വളരെ ആക്റ്റീവായ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വളരെ പ്രതിസന്ധികളുടെയും വളരെ പ്രതികൂലങ്ങളുടെയും നടുവിൽ. കാരണം ഞങ്ങളുടെ ചുറ്റുപാടൊന്നും വിശ്വാസികൾ എന്ന് പറയാനായിട്ട് ആരുമില്ല. എല്ലാവരും മറ്റ് വിശ്വാസത്തിലായിരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഓർത്തഡോക്സും കത്തോലിക്കയിലും അർത്തോമയിലും സീസയിലും ഒക്കെ ആയിരിക്കുന്ന അതിന്റെ ഇടയിൽ വിശ്വാസത്തിൽ വന്നു എന്ന് പറയാൻ ഞങ്ങൾ മാത്രമേ അക്കാലത്തോടെ ഉണ്ടായിരുന്നു. അതുപോലെ പ്രതിസന്ധികൾ ഞങ്ങളുടെ വീട്ടില്, എനിക്ക് തോന്നുന്നു, പിതാവ് രാവിലെ പ്രഭാതത്തില് വെളുപ്പിന് എഴുന്നേറ്റ് വീട്ടിൽ പാട്ട് പാടി പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം ആരംഭിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2015 ആ സമയങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് ഞങ്ങൾ ജനിച്ചു വളർന്നത് മുഴുവനും പള്ളിയും നമ്മുടെ ആരാധനാ ഹാളും വീടുമായിട്ടാണ്. അങ്ങനെ ദൈവം ഞങ്ങളെ ഇതുവരെയും കൊണ്ടുവന്നു. എങ്കിലും എന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു ശുശ്രൂഷ മേഖലയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിലെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും വൈകിട്ട് ഞങ്ങളൊരു വീട്ടുപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു പാസ്റ്ററായിട്ട് ഇങ്ങനെ പാസ്റ്റർ കളിക്കും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ സഹോദരൻ പ്രസംഗിക്കും, അതുപോലെ തന്നെ സഹോദരി പ്രസംഗം. ഞങ്ങളിങ്ങനെ 3 പേരും അങ്ങനെയൊക്കെ കളിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സുവിശേഷ വേലയിലേക്കോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനായി വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്നാല് എന്റെ സഹോദരൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. ആ പഠനം കഴിഞ്ഞ് പിന്നെ അവന് പഠനം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കാരണം അതുപോലുള്ള ഒത്തിരി പ്രതിസന്ധികൾക്കകത്തൂടെയാണ് കടന്നുപോയത്. എങ്കിലും പിന്നത്തേതില് പല പ്രതിസന്ധിക്കകത്തൂടെ ആ ആത്മീക മേഖലയിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ഇടയായിരുന്നു, ജോലിയോടുള്ള ബന്ധത്തിലും. അങ്ങനെ ഞങ്ങള് 3 പേരും ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വളരെ പ്രതികൂലത്തിനകത്തൂടെയായിരുന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് ഒരു ഷർട്ടേ ഉള്ളൂ. ഈ ഒരു ഷർട്ടിലാണ് അന്ന് സ്കൂളിൽ പോകുന്നത്. അതുപോലെ നമുക്ക് സാമ്പത്തികമായും മറ്റു വിധത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളാണ്. അത് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം അത് കഴുകി, രാത്രി തന്നെ കഴുകി ഉണക്കി, രാത്രി തന്നെ കൊണ്ടുവന്ന് കഴുകി തുണിക്കകത്ത് വെച്ച് പിഴിഞ്ഞ് ഇട്ട് അത് രാവിലെ എന്ത് ചെയ്യും, ചെറു നനവോടുകൂടി അത് തേച്ച് ഉണക്കിയാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പം സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എല്ലാവരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉള്ളതുപോലെ, കാരണം എല്ലാ ദിവസവും നല്ല നീറ്റായിട്ടുള്ള, കാരണം ഒന്നേ ഉള്ളെങ്കിലും അത് വളരെ നീറ്റായ രീതിയിലായിട്ടുണ്ട് പോകുന്നു. അപ്പം ആരോടും അങ്ങനെ വലിയ തമാശനോ അല്ലെങ്കിൽ കളിക്കോ ചിരിക്കോ ഒന്നുമില്ല. കാരണം അതിനുള്ള ആ ഒരു മെന്റാലിറ്റി ഒന്നും അല്ല ആ സമയത്ത്. എന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു ബാല്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും ഞാൻ ചില സമയത്ത് അങ്ങനെ ഓർക്കാറില്ല. കാരണം അതുപോലെ ഒത്തിരി പ്രതികൂലങ്ങളും ഇല്ലായ്മകളും കൂടി വളർന്നു വന്നൊരു ബാല്യകാലമാണ്. പ്രത്യേകിച്ച് ചുറ്റുപാടൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അതുപോലെ തന്നെ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആശിച്ചു പോകുന്ന, അതുപോലെ അത് ഓർക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടാത്ത ഒത്തിരി ബാല്യകാലം നമുക്കുണ്ട്. സ്തോത്രം. ഞാനതിപ്പോ ദാസന് ഇങ്ങനെ ഈ പരിചയപ്പെടുത്തുന്നു പറയുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി അത്
നാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരുപാട് ബാല്യകാലങ്ങൾ, ഒത്തിരി നമ്മൾ തിക്താനുഭവങ്ങൾ ആകലിച്ചോളും. കാരണം വിശ്വാസത്തിലേക്ക് വന്നതിന്റെ ഒറ്റ കാരണത്താൽ നമ്മൾ എല്ലാവരിൽ നിന്ന് അകലപ്പെട്ടു പോയ, എന്തോ വലിയ കുറ്റം ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ എങ്കിലും ദൈവം ഇതെല്ലാം കണ്ടും കേട്ടും ദൈവം നമ്മളെ ഓരോ ദിവസം വഴി നടത്തി ശ്രദ്ധിക്കുന്നു. അങ്ങനെ എന്റെ സഹോദരന് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നു. അവന് ആ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവൻ അല്പം മാറി. പിന്നീട് ഈ വിശ്വാസത്തിൽ തന്നെ അല്ലാത്ത രീതിയിൽ ഒരുപാട് പ്രതിസന്ധിക്കകത്തേക്ക് അവൻ പോകാൻ ഇടയായി തീർന്നു. കൂട്ടുകെട്ടിനകത്തൂടെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നു. അത് മുഖേന അവന്റെ പേരില് പിന്നെ അവൻ ചെന്ന് പെട്ടത് മുഴുവനും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾക്കകത്ത് പോയി പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഭവനത്തിൽ ചെന്നതാണ്. ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അന്ന് ഇവിടെ എന്നാ സംഭവിക്കുന്നത് കാണാൻ വേണ്ടി ഞാനും കൂടെ പോയതാണ്. അവിടെ വെച്ചാണ് അവിടുത്തെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കണ്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം എനിക്ക് തോന്നി. എന്നും അതുവരെ കിട്ടാത്ത ഒരു പ്രത്യേക സന്തോഷം. കാരണം ഞാനൊരു പാരമ്പര്യമായ ഒരു ചർച്ചിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. IPC വിശ്വാസത്തിലാണെങ്കിലും എല്ലാത്തിനും അടുക്കും ചിട്ടയോടുകൂടിയൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മള് പള്ളിയിലൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിനും ഒരു അകലം വിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ ആ പ്രാർത്ഥനയിൽ ചെന്നപ്പോൾ അതിനകത്ത് എല്ലാവരും കൂടിയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, ആരാധിക്കുന്നു. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കൂടുതലായിട്ട് കേൾക്കുന്നത്. എന്റെ കുടുംബത്തെ കുറിച്ച് ഒരു കാര്യം പ്രാർത്ഥിച്ച് പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ പിന്നെയും വരണമെന്നുള്ളൊരു ആഗ്രഹം എന്റെ ഉള്ളിൽ തോന്നി. പക്ഷെ എന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്കാണ് അത് കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നത്. വീണ്ടും ഞാൻ അധികമായി അവിടെ കൂടി ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. അഭിഷേകമൊക്കെ പ്രാപിച്ച് മുൻപോട്ട് വരുന്ന ആ സമയം എന്ന് പറയുന്നത് അതിനെയൊന്നും നമുക്ക് വേണ്ടുന്നത് പോലെ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ കെയർ ചെയ്യാൻ, അഭിഷേകത്തെയൊക്കെ സൂക്ഷിച്ച് അതിനെ കൊണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അതൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സമയം കൂടെ. പക്ഷെ അതെല്ലാം പിന്നീട് ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഞാൻ മാറിപ്പോയി. എങ്കിലും ആ ഒരു കൂട്ടായ്മയ്ക്കകത്ത് ചെന്നപ്പോഴത്തേക്കിന് വീണ്ടും അഭിഷേകത്താൽ നിറയപ്പെടുവാനിടയായി തീർന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു രാത്രിയില്. കാരണം വൈകിട്ട് കഴിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രിയില് ഞാൻ ഭക്ഷണമൊക്കെ നേരത്തെ നിർത്തി. 12 മണി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമാവും. ഞാൻ ഓടിച്ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് വന്നിരുന്നു പ്രാർത്ഥിക്കാനിരുന്നു. ഞങ്ങളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദൈവസാന്നിധ്യം എന്റെ മേൽ വെളിപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ മണിക്കൂറുകൾ ഇരുന്ന് ആരാധിക്കുമ്പോൾ എന്റെ ചുറ്റിനിരിക്കുന്നവർ ആരെയും ഞാൻ കണ്ടില്ല. അവരെല്ലാവരും മാറിയിരിക്കുകയാണ്. അവർ മാറി ആരാധിക്കുകയാണ്. അതുപോലെ ആ മുറിയിൽ ഇരുന്ന് ശക്തമായി ദൈവത്തെ ആരാധിച്ചു. അന്ന് എന്റെ മേലെ ദൈവം ശക്തമായി അഭിഷേകത്തെ പകരി ശുശ്രൂഷയിലേക്ക് ഞാൻ ചുവട് വെക്കുവാൻ ഇവിടെയായി തീർന്നു. അതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. പിന്നീട് കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ആ ഒരു നിലവാരം അതെനിക്കത് മനസ്സിലാക്കി തരികയും അങ്ങനെ ആ നിലയിൽ ശുശ്രൂഷയിലേക്ക് ചുവട് വെക്കുവാൻ ഇവിടെയായി തീർന്നു. ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ വചനം പ്രസംഗിക്കുവാനും നന്നായിട്ട് ശുശ്രൂഷിക്കുവാനും കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ശക്തമായി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ അന്ന് ശുശ്രൂഷകരുടെ കൂടെ നിന്ന് ദൈവം എനിക്ക് കൂടെ നിന്ന് മനസ്സിലാക്കുവാനൊക്കെ ഉള്ള കൃപ തന്നു. അങ്ങനെ അവിടെ നിന്നും വലിയൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു ദൈവം എനിക്ക് നൽകി തന്നത്. എൻ്റെ ജീവിതത്തില് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആചർഭാഗത്തിൽ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒത്തിരി പേർക്ക് വേണ്ടി അന്ന് ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ദൈവം കൃപ തന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ എന്നിൽ കൂടി തന്നെ അനേകർക്ക് വിടുതൽ നടക്കുന്നത് കാണുവാനിടയായി തീർന്നു. അങ്ങനെ മുൻപോട്ട് അപ്പോഴും എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ വളരെ ബുദ്ധിമുട്ട് കൂടി പോകുന്ന സമയങ്ങളുമാണ്. അങ്ങനെ പോരുന്ന സമയത്ത് ഞാൻ വളരെ
ശാന്തമായി നടക്കുന്ന സമയമാണ്, ശാന്തനായി നടക്കുന്ന സമയമാണ്. ആരോടും അങ്ങനെ വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ്. എങ്കിലും എന്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് വളരെ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ പേരിൽ ആരോപിച്ചിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ പേരിൽ ഇങ്ങോട്ട് ആരോപിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടെ. അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ ഞാൻ 9ൽ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു. ആ സമയം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ടീച്ചർ എന്നും എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും, എന്തും പ്രശ്നമായിട്ട് വരും. അങ്ങനെ ഞാൻ പഠിത്തം നിർത്തേണ്ട വന്നു. ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന്, സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് പഠനം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ ദൈവം അത് എന്ത് ചെയ്തില്ല, ഒരിക്കലും ഞാൻ പഠനം വിട്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കത് എഴുതുവാൻ SLC നല്ല മാർക്കോടുകൂടി ഒറ്റ എഴുത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതിയെടുക്കാൻ കർത്താവിനെ സഹായിച്ചു. അത് കഴിഞ്ഞ് പിന്നീടും തുടർന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു. പിന്നീട് പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പിന്നീട് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് BTH പഠിക്കാൻ ദൈവം അവസരം ഒരുക്കി തന്നു. MDA പൂർത്തീകരിച്ചില്ല എങ്കിലും അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നീട് പഠന കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം എനിക്ക് ഒത്തിരി അവസരങ്ങൾ ഒരുക്കി തന്നു. എനിക്കിന്നും പഠിക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾക്കകത്ത് മെമ്മറിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല. പക്ഷെ ഇപ്പൊ എന്ത് പഠിച്ചാലും അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം അങ്ങനെ ഒരു കാര്യം നൽകി തന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഞാൻ പറഞ്ഞത്, ദൈവത്തെ അറിഞ്ഞത് മൂലം, അഭിഷേകത്തിൽ നിറഞ്ഞത് മൂലം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോഴും എന്റെ സഹോദരൻ വിശ്വാസ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങി വന്നിട്ടില്ല. അവനെ ഓർത്ത് ഒത്തിരി ഞങ്ങൾ ഭാരപ്പെട്ടു. വളരെ പ്രതിസന്ധിക്കകത്തൂടെ പോകുന്ന സമയമാണ്. എങ്കിലും എന്റെ ലൈഫിനകത്ത് കൂടുതലായി യേശുവിനെ അറിയാനിടയായി. കാരണം ഒരിക്കലും ഞാൻ ഈ ശുശ്രൂഷയ്ക്കകത്ത് വരുവാനോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനോ ആ രീതിയിലൊന്നും ആഗ്രഹിച്ച വ്യക്തിയല്ല. പിന്നീട് എന്റെ ജോലി മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു. ഒരുപാട് ജോലികൾ ചെയ്തു. അവിടെ ഒന്നും സക്സസ് ആകാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്നാ ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്? എന്നാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടത്? പക്ഷെ പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ കിട്ടുന്നത് പോലെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മീറ്റിംഗ് വെച്ച് ദൈവം എന്നെ തൊട്ടു. വീണ്ടും ഒരു സെക്കൻഡ് ടച്ച് എന്ന് പറഞ്ഞ പോലെ ഒന്ന് തൊട്ടു. ആ ശുശ്രൂഷയിൽ വെച്ച് എന്നെ പൂർണ്ണമായി കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചിറക്കിയത്. അങ്ങനെ ഇറങ്ങി ഇതുവരെയും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ശക്തമായ രീതിയിൽ ദൈവം അയക്കുന്നിടത്തൊക്കെ എന്റേതായിരിക്കുന്ന കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ പഠനത്തിന്റെ മേന്മ കൊണ്ടൊന്നും അല്ല, ദൈവത്തിന്റെ കൃപയാണ് ഇതുവരെയും ശക്തമായി നിർത്താൻ ദൈവം സഹായിച്ചത്. എനിക്ക് സ്തോത്രം. എനിക്ക് ഒരു കുടുംബം, വൈഫ്, അതുപോലെ തന്നെ അവര് പീരുമേട്ടിലാണ് വൈഫ് താമസിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും എനിക്ക് വിവാഹമൊക്കെ കഴിക്കാൻ പറ്റുമോ, വിവാഹമൊക്കെ ലഭിക്കുമോ എന്ന് പോലും ചിന്തിച്ചു പോയ സമയങ്ങൾ, കാലങ്ങളുണ്ട്. കാരണം നമുക്ക് ആ സാഹചര്യങ്ങൾ, അതുപോലെ സാമ്പത്തികമായും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സമയം അനുഭവിക്കുന്ന ഒരു സമയത്ത് എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം എന്റെ കുടുംബമൊക്കെ അനുഗ്രഹമായ രീതിയിൽ വിവാഹം കഴിക്കുവാനും അതുപോലെ തന്നെ ദൈവം എനിക്കൊരു തലമുറ തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ. ബാല്യം മുതലേ കർത്താവിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇതില്ല, ചെറുപ്പം മുതല് സ്തോത്രം ആ രീതിയിൽ വളർന്നു വരുവാൻ ഇങ്ങനെ സഹായിക്കുന്നു. സ്തോത്രം, ഹാലേലൂയ. ഇപ്പോഴും പ്രാർത്ഥന, ആരാധന എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമാണ്. സ്തോത്രം, ഹാലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം. അപ്പോൾ എനിക്കൊരു സഹോദരിയുണ്ട്. അതൊരു വിശ്വാസ ജീവിതത്തിൽ തന്നെ ആണ്. സ്തോത്രം. അവരും കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുപോലെ തന്നെ സഹോദരനെ ഇന്നും വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചാലാണ്. എങ്കിലും അവന് പിന്മാറ്റത്തിൽ കൂടുതൽ സമയം അവന് പ്രാർത്ഥനയേക്കാൾ അധികമായി മറ്റു പല കാര്യങ്ങളിലേക്കാണ് അവന്റെ ശ്രദ്ധയെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ, സഹോദരന് ആ രീതിയിൽ
അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി തീർന്നെങ്കിലും ദൈവം ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടിയും അടയാളങ്ങളിൽ കൂടിയും ഓരോ ദിവസവും ഞങ്ങളെ പിടിപ്പിച്ച് ഇതുവരെ കൊണ്ട് എത്തിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തെല്ലാം ഞങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ഓർത്ത് ചിന്തിച്ച് ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷേ എല്ലാം മറ്റും ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ പറയുന്നത് എല്ലാം കൃപയാണ് ഇതുവരെ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത്. അഭിഷേകത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും ഇത് രണ്ടും ഞങ്ങളുടെ മേൽ ദൈവം നൽകി തന്നതുകൊണ്ട് കുടുംബമായി ഇതുവരെ നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തെ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒന്നിനും യോഗ്യതയില്ലാതിരുന്ന കാലത്ത് ദൈവത്തിന്റെ കർത്താവ് നിങ്ങൾക്ക് നൽകി തന്ന അഭിഷേകമാണ്. ഒരുപാട് സ്ഥലങ്ങൾ കർത്താവിനെ വിളിച്ചറിയിക്കുവാനും ഒത്തിരി സ്ഥലങ്ങളിൽ യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ ദൈവം തന്ന അവസരങ്ങൾ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് വിവിധ ഭാഷക്കാരുടെ ഇടയിൽ ഒരിക്കലും ചെന്നെത്തിപ്പെടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു പോകാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് നോക്കിയാൽ ഇല്ലായ്മകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒത്തിരി കാലയളവുണ്ട്. സ്തോത്രം, ഒത്തിരി കാലയളവുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ഈ ദൈവത്തിന്റെ കൃപ, സ്തോത്രം. ഇന്ന് പകല് ഇത് വാച്ച് ചെയ്യുന്ന, ഇത് കാണുന്ന ദൈവമക്കളോട്, സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ഏത് പ്രതികൂലത്തിനകത്തും ഏത് പ്രതിസന്ധിക്കകത്തും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഇടമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ആ യേശുവിൽ നമ്മൾ ആശ്രയം വെച്ചാൽ ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ ഇടയാകത്തില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കൈവിടും, സഹോദരങ്ങൾ കൈവിടും, കുടുംബക്കാര്, ബന്ധുക്കള്, ദേശക്കാരൊക്കെ നമ്മളെ, എന്തിനു വേണ്ടി നമ്മുടെ രക്തബന്ധങ്ങൾ വരെ നമ്മളെ ഉപേക്ഷിച്ച് കളയും. പക്ഷെ ഒരിക്കലും യേശു നമ്മെ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. എന്ന് പറയാൻ, നിങ്ങൾ ഇത് കാണുന്ന ചില വ്യക്തികള്, ചിലപ്പോൾ നിങ്ങളിത് യാദൃച്ഛയായിരിക്കാം നിങ്ങളിത് കാണുന്നതെങ്കിലും ഒരു കാര്യം പറയാം, നാം യേശുവേ എന്ന് വിളിക്കും, മനസ്സറിഞ്ഞ് യേശുവേ എന്ന് വിളിച്ചാൽ ആ വിളിക്കകത്ത് ഇറങ്ങി വരുവാൻ കഴിയുന്ന വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് ആർക്കും യോഗ്യതയില്ല. പുറമെ നോക്കിക്കഴിഞ്ഞാൽ യോഗ്യതകളൊന്നും പറയാനില്ല. പക്ഷേ നാമെല്ലാം ജനിക്കുന്നതിന് മുൻപ് ഇരിമ്യാ പ്രവചനത്തിനകത്ത് ഒരു വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, മാതാവിന്റെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. നമ്മളെല്ലാം ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എന്തായി തീരണം, എങ്ങനെയായി തീരണം എന്നുള്ളത് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കും പ്ലാനും അനുസരിച്ചാണ് നമ്മുടെ മുൻപോട്ടുള്ള ഓരോ സമയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ശ്രവിക്കുന്നവർക്ക്, കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തോ നമ്മുടെ ഭൗതിക ഏത് മേഖലകളിലായിരുന്നാലും യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ, യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിനകത്ത് വിള്ളൽ വരുത്താതെ, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശുവിലായിരുന്ന സമയം, യേശുവിലല്ലാതിരുന്നൊരു സമയമുണ്ട്. രണ്ട് സമയങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ രണ്ട് കാലഘട്ടത്തിലും കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടില്ലെന്നുള്ള, കർത്താവ് നമ്മളിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളൊരു പ്രതിസന്ധിക്കകത്തോ ഒരു പാപത്തിനകത്തോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനകത്തോ വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. ഒരിക്കലും ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക പലപ്പോഴും ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറയട്ടെ, ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകത്തില്ല, നാം ദൈവത്തിൽ നിന്ന് അകന്നു. വചനത്തിനകത്ത് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പന്റെ സ്വത്തുക്കളെല്ലാം വാങ്ങി ഒരു മകൻ എന്ത് ചെയ്യുക, ദൂരദേശത്തേക്ക് പോകുന്നു. എല്ലാവരും അവനെ മുടിയപുത്രൻ എന്നൊക്കെ പറയെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, അങ്ങനെ അഡ്രസ് ചെയ്യുന്നുമില്ല. ആ മകൻ എന്ത് ചെയ്യുന്നു, അപ്പന്റെ സ്വത്തുക്കളെല്ലാം വാങ്ങി, അവന്റെ വീതമെല്ലാം വാങ്ങി അവൻ എന്ത് ചെയ്യുക,
ദൂരദേശത്തേക്ക് പോവുക. അപ്പോഴും അപ്പൻ മാറുന്നില്ല, അപ്പൻ അപ്പന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കുക. പക്ഷെ അവൻ അപ്പനെ വിട്ടെന്ത് ചെയ്യാൻ മാറുക. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിനകത്ത് അവന് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം എന്ത് ചെയ്തു? അവൻ ദൂർത്തടിച്ച് ഒന്നുമില്ലാതെ വന്നപ്പോഴത്തേക്കിന് അവന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു, എന്റെ അപ്പന്റെ ഭവനത്തിൽ ചെന്നാൽ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടുന്നത് ഇപ്പോഴവന്റെ ആകെ ആവശ്യം എന്തുവാ? ഭക്ഷണമില്ലാത്ത ആവശ്യം. ഭക്ഷണമില്ല എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ചെന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പന്നിക്ക് കൊടുക്കുന്ന വാളവര ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും എന്നുള്ളൊരു ചിന്ത അവൻ എന്ത് ചെയ്തു? അങ്ങനെ ഒരു തോന്നൽ അവന്റെ ഉള്ളിൽ വന്നു. അവൻ എന്ത് ചെയ്തു? മടങ്ങി പോകാൻ തയ്യാറായി. അപ്പോഴും അപ്പൻ ആ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല? മാറിയിട്ടില്ല. അപ്പൻ ആ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അവൻ എവിടുന്ന് വിട്ടുപോയോ അവിടേക്ക് തന്നെ ആ മകൻ എന്ത് ചെയ്യുക? മടങ്ങി വരിക. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മള് യേശുവിനെ വിട്ടുപോകാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ യേശുവിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവസന്നിധിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്കകത്തു നിന്ന് മടങ്ങി വരണം, ആ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വരണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് അതിനെയാണ് മടങ്ങി വരിക എന്ന് പറയുന്നത്. സ്തോത്രം. ഈ മടങ്ങി വരിക എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ ചിന്തിക്കും നമ്മളെവിടെയോ ദൂരെ അങ്ങ് പോയി. ശരിയാ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് ദൂരത്തായത്. അതുകൊണ്ടാണ് ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും ഹൃദയം കൊണ്ട് ദൂരെയാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഹൃദയത്തിനകത്താണ് എന്തിരിക്കുന്നത്? എല്ലാ ചിന്തകളും, എല്ലാ വഴികളും, എങ്ങനെ പോകണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചിന്തിച്ചു കൂട്ടി നമ്മൾ ഓരോ മേഖലകളിലേക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിൽ അകറ്റിക്കൊണ്ടു. പക്ഷെ നമുക്ക് മടങ്ങി വരിക എന്നുള്ളത് നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനം. ആ തീരുമാനത്തിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വീണ്ടും എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തരും. എന്തോ എനിക്ക് ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്തൂടെ എനിക്ക് തോന്നുന്നു അനേകം ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് മാറിപ്പോയവര് ഈ ശബ്ദം കേൾക്കുവാനിടയായിത്തീരും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവർ മടങ്ങി വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇത് ദൈവം അങ്ങനെ ഒരു അവസരം കൂടാണ് തരുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ ഹൃദയം കൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നത്. ഒരിക്കലും നമ്മൾ ദൂരദേശത്തേക്ക് പോകുക എന്നൊക്കെ അദ്ദേഹം ആ ഒരു ഉപമയ്ക്കകത്ത് പറയുന്നെങ്കിലും ആത്മീയ ജീവിതത്തില് എല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ആ സന്തോഷത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ട് പിന്നീട് മനസ്സ്, നമ്മുടെ ഉള്ളിൽ ദൈവം എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനം തിരിയുക എന്ന് പറയുന്നത്. നാം ഇപ്പൊ പോകുന്ന റൂട്ട് ശരിയല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരിച്ച് നമ്മൾ എത്രമാത്രം അകന്നു വന്നോ ആ അകന്ന ദൈവത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചെന്ത് ചെയ്യുക? വരിക. അവിടെയാണ് നമ്മൾ മനം തിരിയുക എന്ന് പറയുന്നത്, മാനസാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത്. ഒരു ദൈവദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു പാപിയെ നേടാൻ വലിയ പാടില്ല മാനസാന്തരപ്പെടുക. എന്നാൽ ഒരു വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയ ഒരു വ്യക്തിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് വലിയ പാടാന്നുള്ളത്. കാരണം എല്ലാം അറിഞ്ഞിട്ടും ആ സന്തോഷത്തിൽ നിന്ന് മാറിപ്പോയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ എത്രയൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാലും നമ്മുടെ അകത്തിട്ടിരിക്കുന്ന ആ ദൈവകൃപ, ദൈവസാന്നിധ്യം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകത്തില്ല. കാരണം അത് എപ്പോഴെങ്കിലും ഇതെന്ത് ചെയ്യും? വർക്ക് ചെയ്യാൻ ഇടയായിത്തീരും. ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇനി എനിക്കൊന്ന് വിശ്വാസത്തിലേക്ക്, ഇനി അല്ലെങ്കിൽ എന്റെ ആ ശുശ്രൂഷയിലേക്ക്, എന്റെ ആത്മീയ ജീവിതത്തിലേക്ക് എനിക്ക് ഇനി മടങ്ങി വരാൻ കഴിയത്തില്ല എന്നുള്ളൊരു ചിന്ത എന്റെ പ്രാർത്ഥനയിലേക്ക്, എന്റെ ശുശ്രൂഷയിലേക്ക്, അല്ലെങ്കിൽ കൃപാവരങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തതാണ്, ഇപ്പോഴെനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരിക്കലും ദൈവം നമുക്ക് തന്നതൊന്നും ദൈവം തിരിച്ചു കൊണ്ടുപോകത്തില്ല. നമ്മളത് നഷ്ടപ്പെടുത്തി കളയും. ഒരു ഭാഷയോടെ പറയാം, ദൈവം നമുക്ക് തന്നതൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല? തിരിച്ചെടുക്കത്തില്ല. നമ്മളായിട്ട് അതെല്ലാം നഷ്ടപ്പെടുത്തി കളയാം. നമ്മൾ നഷ്ടപ്പെടുത്തിയതിന് നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ദൈവത്തോട് ചോദിക്കുക,
സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ എനിക്കത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയായി തീർന്നു, അത് ഞാനായി നഷ്ടപ്പെടുത്തി, ദൈവം അത് നമുക്ക് നൽകി തരും, തിരിച്ചു തരും. അത് നിങ്ങളുടെ പ്രാർത്ഥനാ സമയമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ടൈമിലായിരിക്കാം നിങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറിപ്പോയത്. വിശ്വാസ ജീവിതത്തിൽ നിന്നും നാം എത്ര മാറിപ്പോയെന്ന് പറഞ്ഞാലും വിളിയുള്ളവനാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളവരെ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. സ്തോത്രം. ദൈവം ആരും തള്ളിക്കളയത്തില്ല, ദൈവം ആരും നശിപ്പിച്ച് കളയത്തില്ല. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണല്ലോ പത്രോസൊക്കെ യേശുവിനെ തള്ളി പറഞ്ഞു പോയ പത്രോസിനെയൊക്കെ യേശു കർത്താവ് എന്ത് ചെയ്തു? അങ്ങോട്ട് ചെന്ന് എന്ത് ചെയ്യായിരുന്നു? വീണ്ടും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ പൗലോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ, ദൈവസഭയെ ഇതുപോലെ ഉപദ്രവിച്ച വേറൊരു വ്യക്തിയില്ല. പക്ഷെ വേണമെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യാം, യേശു കർത്താവിന് എന്ത് ചെയ്യാം? തള്ളിക്കളയാം. പക്ഷെ അവൻ ഏത് അവസ്ഥയിലായിരുന്നോ അതേ നിലവാരത്തിൽ തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് പൗലോസ് പരീക്ഷനായിരുന്നത് എങ്ങനെയാണോ അതിന്റെ തീഷ്ണതയിൽ തന്നെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നത്. അതുകൊണ്ടാണ് 14 ലേഖനങ്ങളൊക്കെ ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതുവാനും അത് ഇന്നും നമുക്ക് എന്ത് ചെയ്യാം. സ്തോത്രം. ഈ പുതിയ നിയമ സഭയ്ക്ക് അത്രയും ഘനത്തിലുള്ള വേറെ ആരും ഇത്രയും നല്ല ലേഖനങ്ങൾ എഴുതി തന്നിട്ടില്ല. സ്തോത്രം. അതുപോലെ യേശു കർത്താവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഈ മാർഗക്കാരായവർ നശിപ്പിച്ചു കളയാൻ എത്രമാത്രം ശക്തിയോടെ നിന്നോ അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? വിശ്വാസത്തിന് വേണ്ടി യേശു കർത്താവിന് വേണ്ടി നിന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എത്ര പിന്മാറിപ്പോയെന്ന് പറഞ്ഞാലും എത്ര മാറിപ്പോയാലും ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ ഹൃദയത്തിനകത്ത് തിരിച്ചു വരുവാനുള്ള, മനം തിരിയുവാനുള്ള ഒരു സമയം ദൈവം നമുക്ക് നൽകി തരും. എന്തോ 2026 ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇത് കാണുമ്പോൾ അനേകര് യേശുവിലേക്ക് വീണ്ടും മടങ്ങി വരുവാൻ ഇതിന് കാരണമായി തീരും. സ്തോത്രം. ഒത്തിരി യൗവനക്കാര്, ഒത്തിരി വിശ്വാസ ജീവിതത്തിൽ ശക്തമായി ശുശ്രൂഷിച്ച ഒരുപാട് പേര് ഇനി ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയവർ പോലും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീരും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, മുൻപോട്ട് പോകാൻ വളരെ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞൊരു സമയമാണ്. എന്റെ ശുശ്രൂഷയിൽ തന്നെ ഞാൻ ഈ ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് ആ ശക്തമായ ശുശ്രൂഷയിൽ കയറി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയ ഒരു വ്യക്തിയാണ്. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഇങ്ങനൊരു ശുശ്രൂഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയ ഒരു വ്യക്തിയാണ്. ഇനി എനിക്ക് ശുശ്രൂഷ വേണ്ട, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇനി ശുശ്രൂഷിക്കുന്നില്ല, ഇനി വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നു. ആ സമയത്തേക്കും ശക്തമായ ശുശ്രൂഷകൾ എന്നിൽ നിന്നും വെളിപ്പെടുവാൻ കർത്താവ് ഒത്തിരി അവസരങ്ങൾ വീണ്ടും വീണ്ടും ഒരുക്കി തരിക. സ്തോത്രം. ഒരുപാട് ജോലി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒത്തിരി ജോലികൾ ചെയ്ത വ്യക്തിയാണ്. അവിടെ ഒന്നും സക്സസ് ആയില്ല. ഒരിക്കലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലം, ഒരു റിസോർട്ടില്, ഒരു ബീച്ച് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നല്ല അനുഗ്രഹമായ രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ കോക്ടെയിൽ മേക്കറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നൊരു സമയം, കോക്ടെയിൽ മേക്കറായിട്ട്, നിങ്ങൾക്ക് അറിയാൻ, വിദേശികൾക്കാണ് അത് ആ ഡ്രിങ്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാൻ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഒരു പ്രാവശ്യം പോലും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒറ്റ പ്രാവശ്യം പോലും ടേസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് അതിന് വേണ്ടുന്ന ബുക്ക് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരാൾ കൊണ്ട് തന്നു. അത് വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഏകദേശം ഇവിടുത്തെ 2000 രൂപ 3000 രൂപ വില വരുന്ന ഒരു ബുക്കാണ്. ഒത്തിരി ഐറ്റംസ് അതിനകത്തുണ്ട്. വിദേശികൾക്ക് ആവശ്യമുള്ള ഒരു ഡ്രിങ്ക് ആണ് കോക്ടെയിൽ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു പ്രാവശ്യം പോലും അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല.
അപ്പോഴും എന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ട്. കർത്താവെ, എന്നെ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷയ്ക്കാണല്ലോ, പക്ഷെ ഞാൻ ഈ ചെയ്യുന്നത് കാരണം അതിനകത്ത് കൂടുതലും നിങ്ങൾക്കറിയാം ആൽക്കഹോൾ ചേർത്താണല്ലോ അത് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ദേവാസനോട് ചോദിച്ചപ്പോൾ ദേവാസൻ പറഞ്ഞ ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സമയം മാമോ ശുശ്രൂഷയിലേക്ക് ദൈവം ഇറക്കും. പിന്നീട് ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പെയിന്റിങ്ങിന്റെ വർക്ക് കോൺട്രാക്ട് വ്യവസായം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് എന്നെ കർത്താവ് വീണ്ടും ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നത്, ഞാൻ ജോലി ചെയ്യുകയും ചെയ്യും, ശുശ്രൂഷയ്ക്ക് പോവുകയും ചെയ്യും. ഒരിക്കൽ കർത്താവ് എന്നോട് വിളിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ കൂടി എന്നോട് ഒരു ദൂത് പറയുകയാണ്, നിന്റെ ജോലിയെ പൂർണ്ണമായിട്ട് നീ നീക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ, എന്റെ ജോലിയിൽ നിന്നും ഞാൻ വിട്ടുപോയാൽ എങ്ങനെയായിരിക്കും മുൻപോട്ടുള്ള പോക്ക് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു, എടാ, ജോലി ഇല്ലെങ്കിൽ എങ്ങനെ മുൻപോട്ട് ഞാൻ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ പുതിയൊരു വർക്ക് എടുത്തിട്ട് മെറ്റീരിയൽസ് എല്ലാം എടുത്തിട്ടിരിക്കുന്നു, എസ്റ്റിമേറ്റ് തന്നു, എല്ലാം വലിയ ഒരു വർക്കാ. പക്ഷെ ആ സമയത്ത് തന്നെ എനിക്കൊരു ശുശ്രൂഷയ്ക്ക് ഒരു അവസരം കിട്ടി. ഞാൻ പോകുന്നത് അന്ന് തന്നെ ആ വർക്ക് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവർ എന്നെ ഒരുപാട് നേരം വിളിക്കുന്നു. എന്നോട് ഒരുപാട് അവരെന്നെ ഒത്തിരി വിളിച്ചെന്ത് ചെയ്യാം, അനാവശ്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നുണ്ട്, കാരണം നമ്മളൊരു വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. പക്ഷെ എങ്കിലും ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നീ വെയിറ്റ് ചെയ്യാൻ. പക്ഷെ അതൊക്കെ എന്റെ ജീവിതത്തിനകത്ത് പിന്നീട് എനിക്ക് ഒത്തിരി അനുഗ്രഹമായി തീർന്നു. ആ ഒറ്റ വർക്കോട് കൂടി അത് എന്നോട് ലാസ്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലെങ്കിൽ വിട്ടേച്ച് പോ എന്ന് പറഞ്ഞ ഒരു സമയത്തേക്ക് വന്നു. അങ്ങനെ ഞാൻ ആ ജോലി എന്ത് ചെയ്തു, നിർത്തി. ആ വർക്കെല്ലാം വേറൊരാൾക്ക് എന്ത് ചെയ്തു, ഏറ്റെടുക്കാനിടയായി തീർന്നു. അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു. ആ ശുശ്രൂഷയ്ക്കകത്ത് വെച്ച് ഈ വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുന്നതിനേക്കാളിലും എനിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ തുച്ഛമായ ലാഭമുണ്ട്. അതിന്റെ ഇരട്ടിയായിട്ട് ആ ഒരു മീറ്റിങ്ങിനകത്ത് എന്റെ കയ്യിൽ നന്മ വെച്ച് ദൈവം തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചിറക്കിയാൽ ഇങ്ങനെയാണ്. അങ്ങനെ എനിക്കൊരു ഉറപ്പ് ദൈവം എന്ത് ചെയ്തു, നൽകി തന്നു. കാരണം അന്ന് മുതൽ ഇന്ന് വരെയും എന്റെ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷകളില് ദൈവം ഞങ്ങൾക്ക് നൽകി തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും അല്ലാതെ വേറെ ഒന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ചില സമയങ്ങളില് സാമ്പത്തികമായൊക്കെ വളരെ ഞെരുങ്ങി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്ത് ചെയ്യും, വഴി നടത്തും. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അലതല്ലി വരുമ്പോഴും കർത്താവ് നമ്മളെ അതിനകത്ത് എന്ത് ചെയ്യും. കാരണം തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ ഒരു നാള് കൈവിടത്തില്ലെന്ന് ആലത്തിൽ വായിക്കുന്നു. ഒരിക്കലും യേശുവിൽ നമ്മൾ ആശ്രയിച്ചാൽ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഇല്ലായ്മയായാലും ഇനി ഏത് വിധത്തിലുള്ള ബുദ്ധിമുട്ടായാലും പ്രതിസന്ധി ആയാലും അവിടെ എല്ലാം ദൈവത്തിന്റെ കരം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, താങ്ങും തണലുമായിരിക്കും. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന ചില സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഞാൻ ശരിയാകത്തില്ല, ഞാൻ സക്സസ് ആകത്തില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുക. കർത്താവേ, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും സക്സസ് ആകുന്നില്ല എന്ന് തുറന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ, സറണ്ടർ ആകുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അടിമുടി എന്ത് ചെയ്യും, മാറ്റും. ഹല്ലേലൂയ. കാരണം നമ്മൾ തകർന്നു പോവാൻ ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. നാം എന്താകും, എങ്ങനെയാകും, മുൻപോട്ട് എന്തായി തീരും, എവിടെ അവസാനിക്കും എന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് ദൈവത്തിന് അറിയാം. ദൈവത്തിന് അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പിന്മാറി പോവാൻ ഇടയാകത്തില്ലെന്നല്ല, ഇടയാകും. അതുപോലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ വരും. പക്ഷെ അവിടെ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഒരിക്കലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയാനിടയാകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം
ചിലപ്പോൾ നമ്മൾ പൂർണ്ണ സമയം, എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, സാമ്പത്തികം ചിലപ്പോൾ ഇല്ലാത്തൊരു സമയങ്ങൾ കാണും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, എന്താ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയാലോ. അതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിലേക്കല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പലപ്പോഴും എന്ത് ചെയ്യും. ഇത് ശ്രദ്ധിക്കുന്ന ചില സഹോദരങ്ങൾക്ക് നല്ല ഉറപ്പും ധൈര്യവുമുണ്ട്. ഈ ഒരു മിനിസ്ട്രി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇത് കാണുന്ന ചില സഹോദരങ്ങൾ, ചില വ്യക്തികൾ സ്വത്രം വീണ്ടും കർത്താവിലേക്ക് അതിശക്തമായി മടങ്ങി വരുവാനും ശുശ്രൂഷയിലേക്ക് തിരിച്ചു വരുവാനും ദൈവം ഇടയാക്കുന്ന ഒരു സമയം. എന്റെ ശുശ്രൂഷ കാലത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി അഭിഷിക്തന്മാര് സാമ്പത്തിക വിഷയത്തിലും മറ്റു പല വിഷയത്തിലും പിന്നീട് അവരെങ്ങനെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമെന്നോർത്ത് ഭാരപ്പെട്ട് കരഞ്ഞും നിലവിളിച്ചു ഇനി ഞങ്ങൾ ഈ മിനിസ്ട്രിയിൽ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിന്റെ ദാസൻ സാഭാഷ് പറയുന്നത് പോലെ അവൻ ആർക്കും കടക്കാരനല്ല. കാരണം നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നാം നമ്മെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ അങ്ങനെ പറഞ്ഞത്, അവൻ ആർക്കും കടക്കാരനല്ല. നമ്മളെ ദൈവ സാന്നിധ്യത്തിനകത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് അനുഗ്രഹമായി മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ തിരുവചനത്തിനകത്ത് 12 വടി അല്ലേ, 12 വടി എന്ത് ചെയ്യുക, കൊണ്ടുവയ്ക്കുക. സ്തോത്രം. 12 ഗോത്രത്തിന്റെ പേരെഴുതി. പക്ഷെ ദൈവം അതിനകത്ത്, സാന്നിധ്യത്തിനകത്ത് അതിനെ തെളിയിച്ചു കാണിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ ആ വടി എന്ത് ചെയ്തു, തളിർക്കുവാനിടയായി. എന്ത് ചെയ്തു, അത് പൂത്തു കായ്ച്ചു അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാന്നിധ്യത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ അത് ഫലമുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ശുശ്രൂഷകരോട് പറയാം, ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, ഏത് മേഖലയിൽ നിൽക്കുന്നവരോടായാലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവസാന്നിധ്യത്തിനകത്ത് നാം എന്തെങ്കിലും വിതച്ചിട്ടുണ്ടോ, ആ വിതച്ചത് 30, 60, 100 മേനിയായി വിളഞ്ഞ് അത് അനുഗ്രഹമായി തന്നെ മാറുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളെ തകർത്തു കളയും, നമ്മളെ ഇല്ലാതാക്കി കളയും, നമ്മളെ മുടിച്ചു കളയുമെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ദൈവം ആരെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവിടെ കർത്താവ് നമ്മളെ എന്ത് ചെയ്യും, ഉയർത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ ജീവിതം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യേശു അവരിൽ നിന്നും മാറിപ്പോയ ശേഷം, എന്ന് വെച്ചാൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്ത് ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു. പത്രോസിന്റെ ധാരണ ഇനി എന്ത് ചെയ്തില്ല, യേശു നമ്മുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് താൻ തന്റെ പഴയ ആ തൊഴിലിലേക്ക് താനും തന്റെ കൂടെ ഉള്ളവരെ വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ അവിടെയും എന്ത് ചെയ്തില്ല, യേശു പത്രോസിനെ വെറുതെ വിട്ടില്ല. കാരണം തന്നെ വിളിച്ചിരിക്കുന്ന വെളിക്കകത്തേക്ക് എന്ത് ചെയ്തു, മടക്കി കൊണ്ടുവരാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്ന ഒരു ബോധ്യം ഞാൻ പറയാം. ചില വിഷയത്തിനകത്ത് ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും അതിനകത്തുനിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, ഭാരപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ആകുല ചിന്തയിൽ ഇരിക്കുന്ന ചില സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങളുടെ ആ ഭാരം ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കുക. യേശുവേ, ഇനി എനിക്ക് ആ ഭാരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമക്കാൻ കഴിയത്തില്ല. ആ പ്രതിസന്ധി ഇനി എനിക്ക് ആ പ്രതിസന്ധിയായിട്ട് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അത് ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ആ പ്രയാസത്തെ നിങ്ങൾ യേശുവിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ മുഴുവൻ ഭാരവും, അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പൊ നിന്റെ ആ ഭാരം എന്താണോ, ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ, അത് ദൈവകരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുക. നീ സ്വതന്ത്രനാകുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രതികൂലത്തിനകത്തും പ്രയാസത്തിനകത്തും ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാൻ
ഹല്ലേലൂയ. അതിന് മറ്റാരും നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. സ്തോത്രം. കാരണം നമുക്കറിയാം നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന്. ആ സിറ്റുവേഷൻ നമ്മൾ ദൈവത്തോട് തുറന്നു പറയാൻ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും യേശുവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ആ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വിട്ടുകൊടുത്ത വ്യക്തിയാണെങ്കിൽ, ഇനി അതല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇനി കർത്താവിനെ അറിയുവാനുള്ള ഒരു സാഹചര്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത്. എങ്കിലും പറയട്ടെ, കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുവാൻ ഇടയായി തീരത്തില്ല. കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴും ദാവീദ് എന്ത് ചെയ്തു? ആ കാട്ടിനകത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനകത്ത് ആ വനത്തിന്റെ ഉള്ളില് ആരുമില്ലാതിരുന്നപ്പോൾ, ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥാനത്തും തന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവസ്നേഹത്തെ എന്ത് ചെയ്തു? അവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് എങ്കിലും യഹോവേ നീ എന്നെ ചേർത്തുള്ള വചനത്തിൽ കാണുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത മേഖലകൾ കൂടി ആയിരിക്കാൻ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തോടുള്ള ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ സ്നേഹത്തിനകത്ത് അപ്പാ എന്ന് വിളിക്കുവാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ആ പ്രതികൂലത്തിനകത്തും അത് യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. എന്റെ ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എല്ലാം പറ്റും ഒന്നും എനിക്ക് പറയാനുള്ള സാഹചര്യങ്ങളും ഇല്ല, സമയങ്ങളും ഇല്ല. എങ്കിലും ഞാൻ പറയാം, ഒറ്റപ്പെട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെയും ഞാൻ അറിയാതെ തന്നെ എന്നെ പിന്തുടരുന്ന, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിനകത്ത് എന്നെ കൊണ്ടു നടക്കുന്ന കർത്താവിനെ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആരുമില്ലാതെ വളരെ ദുഃഖിച്ചും നിരാശപ്പെട്ടും ദൈവസന്നിധിയിലെ കരഞ്ഞും നിലവിളിക്കുന്ന സമയത്ത്, ആരും എന്റെ കൂടെ ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് യേശു അടുത്തിറങ്ങി വന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ദൈവം ഇടയാക്കി തന്നെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഇതിനേക്കാളിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിക്കും, പക്ഷെ തിരിച്ച് നമ്മളും ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യം, അതൊരിക്കലും ഒരു സൗഖ്യത്തിനകത്ത് ഒതുങ്ങി പോകരുത്. ഒരു 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 സാമ്പത്തിക വിഷയത്തിനകത്ത് അത് ലഭിച്ചു എന്നുള്ളത് മാത്രം ഒതുങ്ങി പോകരുത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഒരു വിടുതൽ ലഭിച്ചു എന്നുള്ള അതുകൊണ്ട് മാത്രം ഒതുങ്ങി പോകരുത്. അല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസരത്തിലും ഏത് സമയത്തും യേശു മാത്രമാണ് എനിക്ക് ആശ്രയം എന്നുള്ള ആ ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ തകർന്നു പോകുവാൻ, നശിച്ചു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ സ്തോത്രം, അപ്പോഴൊക്കെയും യേശുവേ എന്ന് വിളിക്കുന്ന സമയങ്ങളിലൊക്കെ ആ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ, ആ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇതുവരെയും നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണ്. ഇതുവരെയും മുൻപോട്ട് പോയത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. എന്റേതായിരിക്കുന്ന കഴിവോ എന്റേതായിരിക്കുന്ന പഠനമോ എന്റേതായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഹല്ലേലൂയ സ്തോത്രം മേന്മ കൊണ്ടൊന്നുമല്ല, ദൈവം തന്ന ആ കൃപയാണ് ഇതുവരെയും ഈ വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിൽക്കാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കോവിഡിന്റെ കാലഘട്ടത്തില് ഞാൻ അനുഭവിച്ചൊരു കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദിവസം പോലും, കാരണം ആ കോവിഡിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ബ്ലോക്കായ സമയമാണ്. പക്ഷെ എന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ടൈമുകള് എന്റെ ജീവിതത്തിൽ കോവിഡിന്റെ സമയമായിരുന്നു. സ്തോത്രം. കാരണം ദൈവ സാന്നിധ്യം അതുപോലെ അനുഭവിക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യത്തക്ക വിധത്തിൽ ദൈവം നന്മകൾ തന്ന സമയങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞല്ലോ,
കോവിഡിന്റെ സമയം എന്ന് പറയുന്നത് വളരെ പ്രതികൂലത്തിനകത്തൂടെ, പ്രതിസന്ധിക്കകത്തൂടെ പലരും കടന്നുപോയി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തില് മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യത്തക്കവണ്ണം, ഒന്നുമില്ലാത്ത അനുഭവത്തിന് മറ്റുള്ളവർ കൂടെ കൊടുക്കുവാനുള്ള തരത്തിൽ എന്ത് ചെയ്തു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. സ്തോത്രം. അപ്പം ഏത് പ്രതിസന്ധികളും ഏത് പ്രതികൂലങ്ങളും നമ്മുടെ മുൻപിൽ വന്നാൽ ദൈവത്തിന് അറിയാം അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് തിരിച്ച് പ്രതികരിക്കുന്നത് എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കോവിഡിന്റെ സമയത്താണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അനുഗ്രഹമായ രീതിയിൽ ദൈവം ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി പ്രതിസന്ധികൾ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ആരോഗ്യമുള്ള, ബലമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ദൈവം എന്ത് ചെയ്യുന്നു? നൽകി തന്നു എന്ന് ഞാൻ പറയട്ടെ. ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും കൈവിടാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. ആ യേശു മാത്രമേ ദൈവമക്കളെ. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും, നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും, യേശുവിനെ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ, ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറും സീറോയാ. സ്തോത്രം. ഞാൻ ഇപ്പോഴും പറയാം, യേശു ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, വെറും സീറോയാ. ഇന്ന് പകൽ ഇതിനകത്ത് ഇത് കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലും, ഏത് നല്ല കാലത്തും ഏത് കെട്ട കാലത്തും നമ്മളോട് കൂടെ ഇരിക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം, ഹല്ലേലൂയ, വചനം പറയുന്നുണ്ടോ, സ്തോത്രം, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? നമുക്ക് ഈ ഭൂമിയിലുള്ളത് പലതും നേടാൻ കഴിയും, പക്ഷെ യേശുവിനെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഒരു പ്രാവശ്യം പറയട്ടെ, നമ്മൾ വെറും സീറോയാ. ഇത് കേൾക്കുന്ന ദൈവങ്ങളോട്, ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ ഹൃദയം നമ്മൾ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്താൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സ്ഥാനം യേശുവിനുണ്ടെങ്കിൽ, ഞാൻ പറയാം, നമ്മൾ നശിച്ചു പോവാൻ ഇടയാകത്തില്ല, തകർന്നു പോവാൻ തകർന്നു പോവാൻ, ഉടഞ്ഞു പോവാൻ ഒരിക്കലും യേശു അനുവദിക്കത്തില്ല. നിങ്ങളുടെ കുടുംബമായിക്കോട്ടെ, കുടുംബത്തിനകത്ത് പ്രതിസന്ധിയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരോടെല്ലാം ഞാൻ പറയാം, നിന്റെ തലമുറ നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കും. നിന്റെ കുടുംബത്തെ നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കും. ഹല്ലേലൂയ. നിന്റെ ബിസിനസ് നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കും. നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യവും നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. അവൻ അതിനെ പൂർത്തീകരിക്കും. അവൻ അതിനെ, ഹല്ലേലൂയ, നന്നായി കൊണ്ടുപോകും. യേശു ഇല്ലാത്ത ഒന്നും നമുക്ക് വേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, യേശുവില്ലാത്ത ജീവിതം വെറും സീറോയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യവും കൂടെ, ഹല്ലേലൂയ, സ്തോത്രം, ആ വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്. യേശുവില്ലാത്ത ജീവിതം സീറോയാണ്. നമ്മുടെ ഏത് അവസ്ഥയിലും, നമ്മുടെ സാമ്പത്തികമായി നമ്മൾ ഉയർച്ചയിലായിരിക്കാം, അപ്പൊ പ്രശ്നമൊന്നും ഇല്ലായിരിക്കാം, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ യേശുവില്ലെങ്കിൽ ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വചനത്തിൽ പറയുന്നത്. നമ്മൾ പാപികളായിരിക്കുമ്പോഴത്തേക്കിന് തന്നെ, നമ്മുടെ ഈ പാപത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ മുഴുകിയിരുന്നപ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ പാപത്തെ മുഴുവനും ഏറ്റെടുത്തതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പാവങ്ങളായിരിക്കാം, ഒഴിവാക്കാൻ പറ്റാത്ത ദുശീലങ്ങളായിരിക്കാം, ഒഴിവാക്കാൻ പറ്റാത്ത കൂട്ടുകെട്ടുകളായിരിക്കാം, ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ ബലഹീനതകൾ നമ്മളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് പകല് ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നമുക്ക് വിട്ടു കളയാൻ പറ്റാത്ത ഏത് സാഹചര്യം ആയാലും അത് ദൈവത്തോട് തുറന്ന് പറയുക. കർത്താവേ, എനിക്ക് ആ മേഖലകളിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ യേശുവിനെ അറിഞ്ഞവരായിരിക്കാം, അല്ലെ യേശുവിനെ അറിയാത്തവരായിരിക്കാം, ഇത് ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഏത് അവസ്ഥയിലും ഒരു പ്രാവശ്യമെങ്കിലും കർത്താവിലേക്ക് ഇതിനെ ഒന്ന് നിങ്ങളെ ആ വിട്ടുകളയാൻ പറ്റാത്ത മേഖല യേശുവിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു വിടുതൽ നടക്കും. വിടുതൽ ദൈവം തരും. ഏത് അനുഭവത്തിലും നമുക്ക് ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് യേശുവിനെ അറിയുവാനും അനേകർക്ക് അതിന് വിടുതലായി തീരുവാനും
കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്നവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇതുവരെ നിൽപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകര് ഈ കാലഘട്ടത്തിൽ യേശുവിനെ അറിയുവാൻ ഈ മാധ്യമത്തിൽ കൂടി ഒത്തിരി പേര് യേശുവിലേക്ക് മടങ്ങി വരുവാൻ ഒക്കെ കാരണമായി തീരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ അവർ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളാലും നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം, കൃപയും നിലനിർത്തും. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.